34 വർഷമായി കോൽക്കളി പഠിപ്പിക്കുന്ന ഖാലിദ് കുരിക്കളെ പരിചയപ്പെടാം. ഇനി ഉസ്താദിന്റെ ശിക്ഷണത്തിൽ ഇത്തവണ 4 ടീമുകളാണ് കലോത്സവത്തിനെത്തിയത്. പക്ഷേ കാണാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം എന്താ സംഭവിക്കാന്ന് പറഞ്ഞുകൂടാലോ. കോൽക്കളിയാണല്ലോ, എന്തും സംഭവിക്കാം. കാരണം അവർ നന്നായി കളിക്കും, പക്ഷെ അത് സ്റ്റേജിൽ വന്ന് കയ്യിൽ നിന്ന് വരില്ലല്ലോ. അത് എല്ലാ ടീമിൻ്റെ സ്ഥിതി അത് തന്നെ. പക്ഷെ എന്തെങ്കിലും ആയിപ്പോയി ഞാൻ ഉണ്ടായിരിക്കും. ഒരു മത്സരം പോലെ തീർന്നില്ല, അത്രയല്ലേ ആരോഗ്യമുള്ളൂ. അതൊരു പേടിയാണ്. പണ്ട് കളിച്ചതെന്ന് വെച്ചാൽ ഫസ്റ്റിന് ഈ ഫീൽഡിൽ വരുന്നത്, സ്റ്റേറ്റിലേക്ക് വരുന്നത് കണ്ണൂർ അഞ്ചരക്കണ്ടി സ്കൂളിനാണ്. പിന്നെ അത് തിരുവങ്ങൂർ സ്കൂളിനെ ഏറ്റുപിടിച്ചു, ഹൈസ്കൂള്. അത് 2007 മുതൽ കഴിഞ്ഞ 2023 വരെ ഒരു തിരുവങ്ങൂർ സ്കൂള് സ്റ്റേറ്റിലേക്ക് വന്നിട്ട് ഇപ്രാവശ്യം വരാൻ കഴിഞ്ഞില്ല അവർക്ക്. അതൊരു സങ്കടമുള്ളൂ. സാധാരണ ഇപ്പോൾ 1-2 ടീമാണ് വരുന്നത്, പക്ഷെ ഇപ്രാവശ്യം 4 ടീം, 2 ഹൈസ്കൂൾ 2 ഹയർ സെക്കൻഡറി. വലിയ സന്തോഷമുള്ള കാര്യമാണ്. അടുത്ത കാലത്തൊന്നും എനിക്കത് കിട്ടിയിട്ടില്ല. ഏറി വന്നാലും ഒരു ഹൈസ്കൂളും ഒരു ഹയർ സെക്കൻഡറി വന്നെങ്കിലായി. ഇതല്ല, ഇപ്രാവശ്യം 4 ടീം, 2 ഹൈസ്കൂളും 2 ഹയർ സെക്കൻഡറി. വലിയ സന്തോഷമായി എനിക്കത്. അതായത് ഞാൻ ഈ സ്കൂൾ ഫീൽഡിലല്ല, അതായത് നാട്ടുംപുറത്ത് കളിക്കുന്ന കല്യാണക്കളി ഇതെല്ലാം ആയിട്ടാണ് പഠിച്ച കോൽക്കളി. എൻ്റെ ഗുരുനാഥൻ കെ കാദർ കുരിക്കളും വി മമ്മൂ കുരിക്കളാണ് എൻ്റെ ഗുരുനാഥന്മാർ. അവർ രണ്ടുപേരും പഠിപ്പിച്ചതാണ്. കല്യാണ വീടുകളിലും ഈ സ്റ്റേജ് പരിപാടിക്കെല്ലാം കൂടി പരിപാടിക്ക് പോകും എന്നല്ലാതെ ഈ സ്കൂൾ ഫീൽഡിലോ മത്സരത്തിലോ പോകേണ്ടിട്ടല്ല. അത് 90 മുതലാണ് ഞാനത് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ശരിക്കൊരു 3 മാസമെങ്കിലും എടുക്കണം. അത് എല്ലാ സ്കൂളിലും കിട്ടിയത് വരില്ല 3 മാസം. അസാന്തി പുൽക്കാവ് സ്കൂളെല്ലാം മാഷാല്ല നല്ല റാഹത്തിന് കിട്ടി, പ്രാക്ടീസിനും എല്ലാത്തിനും. ശരിക്കും പ്രാക്ടീസിലും കളിക്കാം, പക്ഷെ അവർ വിചാരിക്കണം, കുട്ടികൾ വിചാരിക്കണം. അല്ലാതെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. പഠിപ്പിക്കുന്നവർ വിചാരിച്ചിട്ടോ സ്കൂളാരോ വിചാരിച്ചിട്ട് കാര്യമില്ല. കളിക്കുന്ന കുട്ടികൾ വിചാരിക്കണം, നമുക്ക് മത്സരത്തിന് പോകണം, മത്സരത്തിന് കയറണം, വിജയിക്കണം എന്നുള്ള ആഗ്രഹവും അവർക്കുണ്ടാകണം. ആഗ്രഹിച്ചാലും പോരാ, അവർ എടുക്കണമോ, അതിനുള്ള സമയം ഒരു കണ്ടെത്തണം പ്രാക്ടീസിൻ്റെ. നമുക്ക് അറിയുന്നത് എന്താണ് അത് പഠിപ്പിക്കും. അത് സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ട് ജഡ്ജീസിൽ അംഗീകരിച്ചിട്ടുണ്ട്, ഓക്കെ, എന്തെങ്കിലും ഉണ്ടാണ്ട് പോകും എന്നല്ലാതെ ജഡ്ജീസിന് വേണ്ടിയിട്ടോ അല്ലെ കോൽക്കളിലെ മാറ്റാനോ ഒന്നും കഴിയില്ല. പഠിച്ചത് എങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. അല്ലാതെ വേറൊരു കളി കണ്ടിട്ടോ എല്ലാം മായം ചേർത്തിട്ടോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഉമ്മ മരിച്ചിട്ട് ഞാൻ പ്രാക്ടീസിന് പറഞ്ഞേക്കും. എൻ്റെ മാതാവ് മരിച്ച അന്ന് പ്രാക്ടീസിന് പോകണമല്ലോ, അന്ന് ഞാൻ വേറൊരു കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ മോനെ ഒന്ന് അവിടെ പോകണം സ്കൂളിൽ. കാരണം പ്രാക്ടീസ് മുടങ്ങി പോകരുതല്ലോ. എൻ്റെ ഉമ്മ മരിച്ചു പോയിപ്പോൾ ഞാൻ ദുഃഖം, എനിക്കല്ലേ ദുഃഖം, കുട്ടിയെ കഴിഞ്ഞ് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ കുട്ടികളെ പ്രാക്ടീസിന് വേണ്ടി ഞാൻ വേറെ ആളെ പറഞ്ഞയച്ചു. അത്രയും സ്നേഹമാണ് എനിക്ക് കോൽക്കളിനോട് ഇഷ്ടം. അത് എന്ന് വെച്ചാൽ ഉമ്മാനോട് ഇഷ്ടമായിട്ടല്ലേ, ഉമ്മാനോട് വേറെ എൻ്റെ മാതാവല്ലേ. പക്ഷെ അതുകൊണ്ടല്ല, പക്ഷെ അത് മുടങ്ങി പോകരുതല്ലോ. അവർ മത്സരത്തിന് പോകുന്നതാണല്ലോ, അപ്പോൾ അത് മുടങ്ങി പോകരുത് എന്ന് ചൊല്ലിയിട്ടാണ് ഞാനത് അവർ പറഞ്ഞയച്ചത്.